ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുള്ളത്. ഒരു ചെറിയ വീഡിയോ ആട്ടോ. ഉലുവാക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു 6 മണിക്കൂറൊക്കെ എന്തായാലും ഉലുവ കുതിർത്ത് വെക്കണം. ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ കുതിർത്ത് വെച്ച വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തോടെയാണ് വേവിക്കാൻ വേണ്ടി ഇടുന്നത്. ഉലുവ കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ കഴുകാൻ പാടില്ല, കുതിർന്ന വെള്ളം കളയാൻ പാടില്ല കേട്ടോ. ആ വെള്ളം കളഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ഗുണമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ആ വെള്ളം കളയാതെ വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉലുവാക്കഞ്ഞി പല രീതിയിലും വെക്കാറുണ്ട്. ഞാനും നേരത്തെ പല രീതിയിൽ വെച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കഞ്ഞി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉലുവയുടെ കയ്പോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിള്ളേർക്ക് വരെ കഴിക്കാൻ പറ്റും. ഉലുവ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുക്കുക. അരി നമുക്ക് പച്ചരി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സൂചി ഗോതമ്പില്ലേ അത് വേണമെങ്കിൽ എടുക്കാം. ഏറ്റവും നല്ലത് തവിട് ഉള്ള അരി എടുക്കുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഉണക്കലരി ഒന്ന് കഴുകി കല്ലൊക്കെ കളഞ്ഞ് അരിച്ച് ഇടുവാണ്. ഇനി പിന്നെ ഉലുവായും അരിയും കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ച് ജീരകം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ജീരകം ഇടണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാൻ ജീരകം ഇട്ട് കൊടുക്കട്ടെ. ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മൾ സാധാരണ കഞ്ഞി വെക്കുന്നത് പോലെ വെള്ളത്തോടെ ആക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇച്ചിരി നന്നായിട്ട് വെന്തും വരണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഉലുവായും അരിയും ജീരകവും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉലുവ ആദ്യം വേവിച്ചിട്ടേ അരിയിടാവുള്ളൂ, രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ വേവത്തില്ല. ഉലുവായ്ക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്. പിന്നെ കുറച്ച് ഏറെ തേങ്ങ വേണം, എന്നാലേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഉലുവയുടെ കയ്പൊക്കെ കുറഞ്ഞ് കിട്ടാനും ഒക്കെ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം. ചെറിയൊരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അതും കൂടെ ഒഴിക്കണം. വെള്ളം ഒരുപാട് ഒഴിച്ച് വേവിക്കേണ്ട. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെല്ലാം കുഴഞ്ഞ് ഇരിക്കുന്നൊരു പരുവത്തിൽ മതി, വെള്ളം കൂടിപ്പോകരുത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ആ ഒരു കഞ്ഞിയുടെ പരുവത്തിൽ ആക്കിയെടുക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറും തിന്നില്ലായിരുന്നു, ഉച്ചയ്ക്ക് വിശക്കുന്നില്ലായിരുന്നേ. അതുകൊണ്ട് 4 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി വൈകുന്നേരം തന്നെ ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേർ വന്നപ്പോൾ അവർക്കും ഞാൻ ഈ കഞ്ഞി കൊടുത്തായിരുന്നേ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കുകയും ചൂടാക്കുകയും ഒന്നും വേണ്ട, അപ്പം തന്നെ ഞാനങ്ങ് തീ ഓഫാക്കിയേ. പിന്നെ തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. അന്നേരം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് റെഡിയായിട്ട് വരും. ഞാനിതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ ചേർക്കണം, ചേർക്കുവാണെങ്കിൽ. സവാള അല്ല കേട്ടോ ചേർക്കേണ്ട, ചെറിയുള്ളിയാണ്. പിന്നെ ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സാധാരണ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ കഞ്ഞി കുടിക്കാം. ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മിക്കവാറും കഞ്ഞിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കും കേട്ടോ ചെയ്യുന്നത്. എനിക്കും ചേട്ടായിക്കും ഇഷ്ടമാണ് ഇങ്ങനെ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർത്തതാണ്. ഞാനിപ്പോൾ കൈക്ക് ഒരു പിടി ഉലുവായും 1/2 ഗ്ലാസ് അരിയും എടുത്തേക്കുന്നത്. പിന്നെ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് കൂടുതൽ ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. ഈ ഉലുവാക്കഞ്ഞി ഇവിടെ കഴിക്കുമ്പം ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് പപ്പടമോ ചമ്മന്തിയോ തോരനോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കറി വേണമെങ്കിൽ അത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം സൈഡായിട്ട്. ഈ ഒരു പരുവത്തിലായി ഒരു കഞ്ഞി ഇരിക്കേണ്ടത്, വല്ലാതെ നീട്ടിയല്ല, കുറച്ച് കുറുകിയ പോലെ കേട്ടോ. എങ്ങനെയാണോ എല്ലാവരും കഞ്ഞി വെക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഈ ദിവസങ്ങളിലൊന്നും ക്ലാസ് ഇല്ലായിരുന്നേ. പിന്നെ ഇടയ്ക്ക് ഓരോ ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവും. ചിലപ്പം 3 മണിക്കും 3:30ക്കും ഒക്കെ മഴ ആയതുകൊണ്ട് നേരത്തെ വിടുകയും ചെയ്യും. കുഞ്ഞിപ്പെണ്ണിനൊക്കെ സ്കൂൾ ബസ്സൊക്കെ കയറ്റുമ്പോൾ തന്നെ ലൊക്കേഷൻ ഇടുന്നതുകൊണ്ട് അവർ എത്താറായോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അക്കുവിനൊക്കെ ആണെങ്കിൽ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എത്തേണ്ട ഒരു ഏകദേശ സമയം നമുക്ക് കണക്കാക്കി വെക്കുമല്ലോ. ആ ഒരു സമയത്ത് എത്തിയില്ലെങ്കിൽ ഭയങ്കര വിഷമമൊക്കെയാണ്. ടേസ്റ്റ് ഇല്ലേ? അതിനകത്ത്
അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്ത് ഇടുകയല്ല. ഇത് ഉലുവാക്കഞ്ഞിയല്ലേ? അല്ലാതെ വേറെ കഞ്ഞിയുണ്ട്. പായസം വെക്കുമ്പോഴല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നത്, ഇതിനകത്ത് ഇടുകയല്ല. കുഞ്ഞിപ്പെണ്ണ് വന്ന് ആ ഉലുവാക്കഞ്ഞിയൊക്കെ കുടിച്ചു. അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബുധനാഴ്ച ഇടേണ്ട യൂണിഫോം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഇടിയിച്ച് നോക്കുക. കണക്കല്ലെങ്കിൽ ഇനി അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടണം. ഇതുവരെ കളർ ഡ്രസ്സായിരുന്നു ബുധനാഴ്ചകളിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഈ ഒരു യൂണിഫോം ആയിടണ്ടേ. ബെൽറ്റ് ഉണ്ടോ? ഇതിന്റെ പുറവശം മുമ്പശം ഒരുപോലെയാണോ? അപ്പൊ ഇങ്ങനെ ചെറുക്കന്മാർക്ക് എന്നതാ? പാന്റാ? ട്രൗസർ അല്ല? ഇത് ഇതിന്റെ ഉള്ളിലിടുവല്ലേ? ഇതിങ്ങനെയല്ലല്ലോ, ഇതിന്റെ ഉള്ളിലിടും. നല്ല രസമുണ്ട്. ഇത് വേഗം അഴുക്കാക്കല്ലേ. ഇത് വേഗം അഴുക്കാവും. നീ എന്തെങ്കിലുമൊക്കെ കറയൊക്കെ പറ്റിച്ചോണ്ട് വരും. പെട്ടെന്ന് കളറാവും. മഞ്ഞ കളർ. ചോറൊക്കെ തിന്നുമ്പോ ഇച്ചിരി നീക്കി പിടിച്ച് വേണം തിന്നാൻ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇന്നിപ്പോൾ തറ തുടയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തറയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് പോയി കുളിച്ചിട്ട് വന്നതാണ്. അന്നേരം എനിക്ക് തുടയ്ക്കാനിട്ട് എന്തോ പോലെ. അതുകൊണ്ട് പിന്നെ വേഗം തറയും കൂടെ തുടയ്ക്കുവാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോഴാണ് തറ തുടയ്ക്കുന്നത്. ആരും മുറ്റത്തിറങ്ങുന്നും ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് അകത്തേക്ക് എല്ലാവരും അകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് അകത്തേക്ക് വലിയ കാര്യമായിട്ട് അഴുക്കൊന്നും ആവുന്നൊന്നുമില്ല. ഈ മേശയുടെ ചുറ്റും കിടന്നതായി ഈ കസേരകളല്ലാതെ അത് ഞാനെടുത്ത് ഈ സൈഡിലേക്ക് മാറ്റി അടിച്ചു വാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് മാറ്റി തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വെയിറ്റായി കസേരയ്ക്ക്. അതുകൊണ്ട് 4 മാത്രം അവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഞങ്ങൾക്ക് 4 പേർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി. ആരെങ്കിലും വരുമ്പോൾ നമുക്കതിൻ്റെ ചുറ്റുമായിട്ട് ഇടാമല്ലോ. ഈ ദിവസങ്ങളിലൊന്നും പകൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നും ഇപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളവും കുറച്ച് കുറവുണ്ടായിരുന്നേ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറണ്ടും വന്നു, വെള്ളവും വന്നു. അന്നേരമാണ് തുടയ്ക്കാം എന്നൊരു മൂഡ് തോന്നിയത്. ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് എന്തൊക്കെയോ കുറേ ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. ഒത്തിരി പഠിക്കാനും ഒക്കെ ഉണ്ട്. അവൾ പഠിക്കുന്നുണ്ട്. അവൾക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ കുളിച്ചപ്പോൾ അവളെ കുളിപ്പിച്ചിട്ടുമില്ല. ഇനി ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ക്ലാസ്സും ഇല്ലായിരുന്നു കേട്ടോ. ഹോംവർക്കൊക്കെ ഇന്നലെ ചെയ്തൊക്കെ വെച്ചു. പക്ഷേ ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലായിരുന്നേ. ണ്ടല്ലോ എങ്ങോട്ട് അങ്ങോട്ട് പോ. അതാ ഇത് അടുത്ത് ഇറങ്ങുന്നുണ്ടമ്മ. തരാം. ഇവിടെ എത്ര ജീവജാലങ്ങളുണ്ട്? ജീവജാലങ്ങൾ 1, ജീവജാലങ്ങൾ 2. കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കാൻ എടുത്ത പിന്നെ ഇങ്ങനെ കുറേ കോമഡികളൊക്കെ കേൾക്കാം. ഇതിനകത്ത് എത്ര ജീവജാലങ്ങളുണ്ടെന്ന് ചോദിച്ചതാണ്. അവൾ ജീവജാലങ്ങൾ 1, ജീവജാലങ്ങൾ 2, അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ജീവ 1, ജാലങ്ങൾ 3, അതൊക്കെ അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികൾ അവളുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.